മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചടങ്ങ് നടക്കുന്നതിന് ഇടയിലോട്ട് കയറി വന്ന പ്രതാപനെ എല്ലാവരും കൂടെ പിടിച്ചു കെട്ടാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ കുതറി ഓടുന്ന പ്രതാപനെ എല്ലാവരും കൂടെ പിടിച്ചു കെട്ടി വായിലാണെങ്കിൽ ഒരു സെലയോട്ട് പൊട്ടിക്കുകയാണ്. അതേസമയം പ്രതാപൻ വിളിച്ചു പറയുന്നതെല്ലാം കേട്ട് വാമനാണെങ്കിൽ ഒരു ഡ്രാമ കളിക്കാനായിട്ട് തീരുമാനിക്കുന്നു. എൻ്റെ വിശ്വനാഥനെ കൊന്നത് ഇവനാണോ മോനെ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ആനന്ദുവിനോടായിട്ട് സംസാരിക്കുമ്പോൾ പ്രതാപനാണെങ്കിൽ ആംഗ്യ ഭാഷയിൽ ഞാനല്ല ഇവനാണ് ഇതെല്ലാം ചെയ്തതെന്നെല്ലാം പറയാൻ ശ്രമിക്കുമ്പോഴും അതൊന്നും കേൾക്കാനായിട്ട് ആരും തയ്യാറാകുന്നില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ അനന്തുവാണെങ്കിൽ വാമദേവനോടായിട്ട് പറയുന്നുണ്ട്. 20 വർഷം മുമ്പ് ഈ ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് മഹിയാണെങ്കിൽ അയാളുടെ കൂടെ ഉണ്ടായിരുന്നു, അയാളാണ് ഇതിൻ്റെ പിറകിലെന്നെല്ലാം വാമദേവനോടായിട്ട് പറയുമ്പോൾ വാമദേവനാണെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുന്നതായിട്ട് ഒക്കെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇതൊരിക്കലും കാണാൻ അറിയാൻ പാടില്ല എന്ന് പറയുമ്പോൾ വാമദേവൻ ആണെങ്കിൽ വീണ്ടും പ്രതാപൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും നീ എൻ്റെ വിശ്വനാഥനെ കൊന്നല്ലടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ ദേഷ്യപ്പെടുന്നു. പിന്നീട് പ്രതാപനെ എല്ലാവരും കൂടി കണ്ണൻ്റെ അടുത്തോട്ട് തന്നെ തിരികെ കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണ്. കണ്ണനാണെങ്കിൽ എന്തെങ്കിലും സംശയം തോന്നിക്കാണും, അതുകൊണ്ട് അത് മാറാൻ വേണ്ടി നമുക്ക് ഇയാളെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചടങ്ങ് നടക്കുന്നിടത്തോട്ട് തന്നെ വാമദേവനാണെങ്കിൽ പ്രതാപനെയും കൊണ്ട് എത്തുന്നുണ്ട്. അങ്ങനെ വീണ്ടും ആണെങ്കിൽ പ്രതാപൻ അങ്ങോട്ട് വരുന്നത് കണ്ട് കരുണയാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. കരുണയെ പോലെ തന്നെ മോഹിനിയും എല്ലാവരും ആകെ ഞെട്ടിത്തെറിച്ച് പോവുകയാണ്. പക്ഷേ കണ്ണനെ കാണുന്നതും പ്രതാപൻ വീണ്ടും വയലൻ്റ് ആകുകയാണ്. കണ്ണനോട് പറയാനായിട്ട് പ്രതാപൻ ആകെ കുതറിക്കൊണ്ട് കണ്ണൻ്റെ അടുത്തോട്ട് ചെല്ലാൻ ശ്രമിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഇയാളുടെ വായിൽ എന്തിനാ ടേപ്പ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്, ആ ടേപ്പ് അങ്ങോട്ട് അഴിച്ച് മാറ്റാൻ പറയുമ്പോഴേക്കും നമ്മുടെ ആനന്ദ് പറയുന്നുണ്ട് ടേപ്പ് അഴിച്ച് മാറ്റാൻ പറ്റാത്തൊരവസ്ഥയാണ്, നിൻ്റെ അച്ഛനെക്കുറിച്ച് ഇയാൾ മോശമായിട്ട് തന്നെയാണ് പെരുമാറുന്നത്, അതുകൊണ്ട് ഒരിക്കലും ടേപ്പ് മാറ്റാൻ പറ്റില്ല എന്നെല്ലാം പറയുകയാണ്. ഇത് കേട്ട് പ്രതാപനാണെങ്കിൽ അല്ല എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ടെങ്കിലും പക്ഷേ അതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല. ദുർഗയാണെങ്കിൽ മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ട് മോളുടെ അച്ഛൻ്റെ വായിൽ നിന്നും ആ ടേപ്പെല്ലാം അഴിച്ച് മാറ്റാൻ പറയുമ്പോഴേക്കും വാമൻ പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല ദുർഗെ, ഇവനാണെങ്കിൽ കണ്ണൻ്റെ അച്ഛനെയും അമ്മയെയും അവൻ്റെ മുത്തച്ഛനെയും എല്ലാം ചീത്ത പറയുകയാണ്, അതുകൊണ്ട് അതൊരിക്കലും പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും ഇത് കേൾക്കുന്ന ഉണ്ണിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നു. ഉണ്ണി പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ആകെ പിടുത്തം വിട്ട് നിൽക്കുകയാണ്, എൻ്റെ അച്ഛനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ചവിട്ടിക്കൂട്ടി ഒരു മൂലയ്ക്ക് ഇരുത്തുമെന്നെല്ലാം പറയുന്നത് കേട്ട് കരുണ പറയുന്നുണ്ട് ഇതുകൊണ്ടാണ് അച്ഛനെ കാണാനായിട്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ടും വീട്ടിലോട്ടും ആരെയും കൊണ്ടുപോകാതിരിക്കുന്നതെന്ന് പറയുന്നു. അതേസമയം പ്രതാപനെ ആണെങ്കിൽ വാമനാണെങ്കിൽ അവിടെ നിന്നും പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ്. ലേഖയാണെങ്കിൽ കണ്ണനോടായിട്ട് പറയുന്നുണ്ട്. മഹി പറയുന്നത് കേട്ട് അയാളാണെങ്കിൽ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുകയാണ്. കണ്ണേട്ടൻ്റെ അച്ഛന് ചീത്തയാണ് പറയുന്നതെന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ മഞ്ജു ചോദിക്കുന്നുണ്ട് കണ്ണേട്ട എന്തിനാണ് കണ്ണേട്ട നമ്മുടെ അച്ഛനെ അയാൾ ഇങ്ങനെ ചീത്ത പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അതാണ് എനിക്ക് മനസ്സിലാകാത്തത്, അയാളാണോ എൻ്റെ അച്ഛനെ കൊന്നതെന്ന് എനിക്കിപ്പോൾ വളരെ സംശയമുണ്ടെന്നെല്ലാം പറയുന്നത് കേട്ട് എല്ലാവരും ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. പിന്നീട് വാമനാണെങ്കിൽ പ്രതാപനെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ്റെ വായിലുള്ള സെലോ ടേപ്പെല്ലാം കാണുന്നതും മുത്തശ്ശിയാണെങ്കിൽ ആകെ ഞെട്ടി വിറയ്ക്കുന്നു. മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇവൻ്റെ വായിൽ എന്തിനാണ് സെലോ ടേപ്പെല്ലാം ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്, അതെല്ലാം പറിച്ച് കളയാ വാമദേവ എന്ന് പറയുന്നുണ്ട്. വാമദേവൻ പറയുന്നുണ്ട് അതെല്ലാം പറിച്ച് കളഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ അമ്മയുടെ മോനെ ജയിലിലോട്ട് കൊണ്ടുപോകാനുള്ള സമയം ആയേനെ എന്ന് പറയുകയാണ്. പിന്നീട് ടേപ്പെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞതിന് ശേഷം ആദ്യം തന്നെ പ്രതാപനാണെങ്കിൽ പറയുന്നതാണ് ഇവരാണെങ്കിൽ എൻ്റെ അമ്മായിമ്മയെ കൊന്നതാണെന്നെല്ലാം വിളിച്ചു പറയുന്നത് കേട്ട് നമ്മുടെ വാമദേവനാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഇത് കേൾക്കുന്ന വാമദേവനാണെങ്കിൽ മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും കുടുംബത്തോടുകൂടി കൊലയാളികളാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് പ്രതാപൻ എന്തോ എല്ലാം വിളിച്ചു പറയാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനെ മുറിക്കകത്തിട്ട് അടച്ചു പൂട്ടാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ പ്രതാപനാണെങ്കിൽ മുറിക്കകത്ത് വെച്ച് അലറി വിളിക്കുന്നുണ്ട് എനിക്കൊരുപാട് കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട്, എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാനെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ അലറി വിളിക്കുന്നുണ്ട്. അതേസമയം മുത്തശ്ശിയോടായിട്ട് നമ്മുടെ വാമദേവൻ പറയുന്നുണ്ട് അപ്പോൾ ഞാനെങ്ങാനും ജയിലിൽ പോയാൽ എൻ്റെ കൂടെ അമ്മയും മകനും എല്ലാവരും ഉണ്ടാവുമല്ലോ എന്നെല്ലാം പറയുന്നത് കേട്ട് മുത്തശ്ശിയാണെങ്കിൽ ആകെ ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. പിന്നീട് വാമദേവൻ പോയതിന് ശേഷം മുത്തശ്ശി വീണ്ടും പ്രതാപൻ്റെ മുറിയിൽ ചെല്ലുന്നുണ്ട്. എന്നിട്ട് പ്രതാപനോടായിട്ട് സംസാരിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് ആ വാമനാണെങ്കിൽ വിശ്വനാഥനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ തരുന്നതിന് മുമ്പ് 3 പേരെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ തന്നിട്ടുണ്ടെന്നെല്ലാം വിളിച്ചു പറയുന്നത് കേട്ട് മുത്തശ്ശി ആകെ ഞെട്ടിത്തെറിച്ച് പോവുകയാണ്. ഇനി നിങ്ങളെങ്ങാനും എൻ്റെ അമ്മായിയമ്മയല്ലാതെ വേറെ ആരെങ്കിലും കൊന്നോ എന്നെല്ലാം ചോദിക്കുന്നത് കേട്ട് മുത്തശ്ശി വീണ്ടും ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നിന്നോട് വിശ്വനാഥൻ പറഞ്ഞോ ഞാൻ വേറെ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്നെല്ലാം. ഇത് കേൾക്കുന്ന പ്രതാപനാണെങ്കിൽ ഒരു വല്ലാത്ത ചിരിയും നോട്ടത്തോടു കൂടി തന്നെ മുത്തശ്ശിയെ നോക്കുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ചുകൊണ്ട് ആ റൂമിൽ നിന്നും തിരിച്ചോടി പോകുകയാണ്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.